റസൂലിന് ആരുമില്ലായിരുന്നു. ഉമ്മയുടെ ഉദരത്തിലുള്ള വേളയിലായിരുന്നു വാപ്പയെ നഷ്ടപ്പെട്ടത്. കുട്ടിത്തം മാറാത്ത 6-ാം വയസ്സിലായിരുന്നു ഉമ്മ യാത്രയായത്. കൈപിടിച്ചു നടത്താൻ ജ്യേഷ്ഠനോ കൂടെ കളിക്കാൻ അനുജനോ ഇല്ലായിരുന്നു. കളിച്ചിരി വർത്തമാനങ്ങൾ പറയാൻ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ ഇല്ലായിരുന്നു. ബാല്യത്തിൽ ചേർത്തു പിടിച്ചവരാകട്ടെ അവരൊക്കെയും നേരത്തെ പോവുകയും ചെയ്തു. അനാഥത്വത്തിന്റെ ബാണ്ഡം പേറിയാണ് പ്രിയപ്പെട്ട റസൂല് വളർന്നത്. അവിടത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഇളയുപ്പയായിരുന്നു ഹംസത്തുൽ കറാർ. ഉഹദ് യുദ്ധത്തിന്റെ പോരാട്ട ഭൂമികയിൽ ആ മനുഷ്യൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഹിന്ദ് എന്ന പെണ്ണ് അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിയപ്പോൾ അത് കേട്ട് വഹ്ഷി എന്ന അടിമ പാറക്കല്ലുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്നു അദ്ദേഹത്തെ ചാട്ടുളിയെറിഞ്ഞു വീഴ്ത്തി. വീണുകിടന്ന അദ്ദേഹത്തെ ക്രൂരമായി കൊന്നു, ശരീരം വികൃതമാക്കി. ഹിന്ദ് എന്ന ആ പെണ്ണ് അദ്ദേഹത്തിന്റെ കരള് ചവച്ചു തുപ്പി എന്നാണ് ചരിത്രം പറയുന്നത്. അന്നു മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയ വഹ്ഷി പിന്നീട് സമാധാനം തേടി റസൂലിന്റെ അരികിലെത്തി. മക്കാ വിജയത്തിന് ശേഷം ഹിന്ദും റസൂലിനെ കാണാനെത്തി. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇളയുപ്പയായ ഇസ്ലാമിന്റെ ധീരപോരാളിയായ ഹംസത്തുൽ കറാറിനെ ക്രൂരമായി കൊന്നുകളഞ്ഞ നിങ്ങളെ എനിക്കോ എന്റെ പ്രത്യയശാസ്ത്രത്തിനോ ഉൾക്കൊള്ളാനാവില്ലെന്ന് റസൂല് പറഞ്ഞില്ല. പകരം അവരെ അനുചരന്മാർക്കിടയിൽ